ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി 5 തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. കട്ടകളില്ലാതെ ചിരകിയെടുത്ത തേങ്ങ എടുത്തു വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. തേങ്ങയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 20 മുതൽ 25 വരെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതുപോലെ വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ കളറായി കിട്ടുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ ചമ്മന്തിപ്പൊടി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുന്നത് വരെ നമുക്കിത് വറുത്ത് എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. നന്നായി ചൂടാറി കിട്ടിയ ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇതിന്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് കുറേശ്ശെയായി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൾസ് മോഡിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ചെറുതായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും. പൾസ് മോഡിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ തേങ്ങ ഒറ്റക്കട്ടയാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വേണം പൊടിച്ചെടുക്കാൻ. 2-3 തവണയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചമ്മന്തി പൊടി കഴിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി, കണ്ടെയ്നറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, ഒട്ടും നനവില്ലാത്ത ഒരു കണ്ടെയ്നർ ബോക്സിൽ വേണം ആക്കാൻ. ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.